മണികണ്ഠൻ നല്ലൊരു ശ്രീവിദ്യ ഉപാസകനായിരുന്നു. ശബരിമലയിലും ശ്രീചക്രമുണ്ട്. ഈ മണികണ്ഠൻ അഥവാ അയ്യപ്പസ്വാമി ശാസ്താവിൻ്റെ ഉപാസകനായിരുന്നല്ലോ. അവിടെ അവസാനം ബലി നടക്കുന്ന അന്ന് ലളിതാ സഹസ്രനാമ സ്തോത്രം ചൊല്ലിയാണ് അവിടെ അവസാന ദിവസം ചെയ്യുന്നത്. 33 ദേവതകളുടെയും ഇരിപ്പിടമാണ് ശ്രീയന്ത്രം. ശബരിമലയ്ക്ക് പോകണമെങ്കിൽ ഗുരു വേണം, ഗുരുസ്വാമി വേണം. വേറെ ഒരു ക്ഷേത്രങ്ങൾക്ക് പോകാനും ഗുരുസ്വാമി വേണം. വേണ്ട, നിർബന്ധമില്ല. ഗുരുനാഥൻ ഉയർത്തി മൂലാധാരത്തിൽ നിന്ന് ഉയർത്തി സഹസ്രാരത്തിൽ വെച്ച് തരുന്ന ഇരുമുടിക്കെട്ട് ഇത് തന്നെയാണ് ശ്രീചക്രം. നമ്മൾ പോകുന്നത് ആരെ കാണാൻ? സ്വാമിയെ കാണാൻ. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. വേറെ ഒരു ദേവതയ്ക്ക് ഇത് പറയുന്നില്ല. കേരളത്തിലുള്ള മിക്കവാറും എല്ലാ ഭക്തരും ശ്രീവിദ്യോപാസകരാണ് എന്ന് പറയേണ്ടി വരും. സൗത്ത് ഇന്ത്യയിൽ. അതെ, കേരളം എന്ന് പറഞ്ഞാൽ പോരാ, ദക്ഷിണ ഭാരതം മുഴുവൻ. അതെ, പ്രതിഷ്ഠ നടത്തുന്ന തന്ത്രി ശ്രീവിദ്യ ഉപാസകനാണെങ്കിൽ അദ്ദേഹത്തിന് ശ്രീചക്രം സ്ഥാപിക്കാൻ ഉള്ള ഇതുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. മൂകാംബികയിൽ ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ചെടുത്ത ശ്രീചക്രമുണ്ട്. കൊടുങ്ങല്ലൂരുണ്ട്. കൊടുങ്ങല്ലൂർ ഭദ്രകാളിയാണല്ലോ. അതെ, ഭദ്രകാളിയാണ് അവിടെ ഉണ്ട്. അങ്ങനെ ഈ ദശമഹാവിദ്യയിലുള്ളിടത്ത് ദേവീക്ഷേത്രങ്ങളിൽ ശ്രീചക്രം പൂജിക്കാവുന്നുണ്ട്. അങ്ങയുടെ കയ്യിലിരിക്കുന്ന ശ്രീചക്രം അതൊന്ന് കാണിച്ച് അതിൻ്റെ നിർമ്മാണ രീതി ഒന്ന് വിശദീകരിക്കാമോ? കണക്കുകൾ പറയാനല്ല ഞാൻ പറയുന്നത്, അത് എങ്ങനെയാണ് നിർമ്മിക്കുന്നത്. നല്ല ഒരു വളരെയധികം സങ്കീർണമായ ഒരു നിർമ്മിതിയാണല്ലോ അത്. നിർമ്മാണ രീതി സാധാരണക്കാർക്ക്, ജനൻ ടി വിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് വിശദീകരിക്കാം. തുടക്കം മുതൽ അവസാനം വരെയാണോ ഉദ്ദേശിച്ചത്? അല്ല, അത് ഒരുപാടുണ്ടല്ലോ, വളരെ ചെറിയ സമയമെടുത്ത് ഒന്ന് പറഞ്ഞാൽ മതി. അതായത് ഇത് ആദ്യം മെഴുകിൽ ഇതിൻ്റെ ബീജം ആണ്. മെഴുകിൽ ഇതിന് മോൾഡ് ചെയ്യും. അത് ഇതാണ് മെഴുകിൽ ചെയ്തത്. ഇതിപ്പോൾ മെഴുകിൽ ചെയ്തിരിക്കുക. ഈ മെഴുകെന്ന് പറയുന്നത് നമ്മുടെ തിരിക്ക് ഉപയോഗിക്കുന്ന പാരഫിൻ വാക്സ് അല്ല. ഇത് തേൻമെഴുക്, കുന്തിരിക്കം, എണ്ണ, പിന്നെ സാധാരണ മെഴുകൂടെ ചേർത്ത്. തേനീച്ചയുടെ മെഴുക്, ഇത് മൂന്നും കൂടെ ചേർത്ത് എടുക്കുന്ന അതേ ഇങ്ങനെ നമുക്ക് രൂപം എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിനെ മണ്ണ് പൊതിയും. ഇതിനെയാണ് നമ്മൾ കണക്ക് പ്രകാരം ചെയ്തെടുക്കുന്നത്. അത് മാത്രമല്ല, ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ വരണം. അതായത് ആ ഏറ്റവും മുകളിലേക്ക് കാണുന്ന ആ പോർഷനാണ് ബിന്ദു അല്ലേ? അതെ, ബിന്ദുമണ്ഡലവാസിനിയാണ് ഭഗവതി. അപ്പോൾ ഇതിൻ്റെ നടുക്കുള്ള ഭൂപുരത്തിൻ്റെ നടുവിലെ ആ ബിന്ദു സെൻറ്റർ കറക്റ്റ് ഇത് 90 ഡിഗ്രിയിൽ ബിന്ദുവിലെത്തണം. അതാണ് ഇതിൻ്റെ എൻജിനീയറിങ്. എന്നാലേ അത് ശ്രീചക്രമാകത്തുള്ളൂ. ഇപ്പോൾ 1 ഡിഗ്രിയോ 1/2 ഡിഗ്രിയോ ഇങ്ങോട്ട് ചെരിയോ, ഇവിടെ കുറവ് വരുമോ ഇവിടെ കൂടുതൽ വരുമോ പാടില്ല. ഇത് കറക്റ്റ് 90 ഡിഗ്രി തന്നെ നിൽക്കണം. അങ്ങനെ ഇതിനെ ഈ മെഴുകിനെ മണ്ണ് പൊതിയും. മണ്ണ് പൊതിഞ്ഞ് അത് ഇത്ര ലെയറും മണ്ണെന്നുണ്ട്. ആ മണ്ണ് പൊതിഞ്ഞ് സാധാരണ മണ്ണാണോ? അല്ല, കളിമണ്ണ്. കളിമണ്ണ് ആദ്യം നമ്മൾ നല്ല കൺമഷി പോലുള്ള അരച്ചെടുത്ത് ഇതിനകത്ത് പതിച്ച് അതിൻ്റെ പുറത്ത് വേറെ 4-5 ലെയറോടെ പൊതിഞ്ഞ് അത് വലിപ്പം അനുസരിച്ചാണ്. വലിയ ഇപ്പം ഈ ചെറുതിനാണെങ്കിൽ അത്രയും വേണ്ട, വലുതിനാകുമ്പോൾ അത്രയും ക്വാണ്ടിറ്റി ലോഹം ഉരുകി ചെല്ലണ്ടല്ലേ. അപ്പം നല്ല കട്ടിയിൽ പൊതിയും. മണ്ണ് പൊതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ ചുട്ടെടുക്കും. ചുട്ടെടുക്കുമ്പം അവിടെ ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മേരുവിൻ്റെ നിർമ്മാണം പരമ്പരാഗത രീതിയിൽ ഇതൊരു ചക്രം എന്ന് പറഞ്ഞത്. ഇത് ഭൂപുരം, അത് സംഹാരമാണ്. ഭൂപുരം മുതൽ ഇതാദ്യം മെഴുകുന്ന ഇതാണ്. ഇതിലാണ് ബാക്കിയെല്ലാം ഉറപ്പിച്ചു വരുന്നത്. അപ്പോൾ ഭൂപുരം മുതൽ നമ്മൾ ബിന്ദുവിലേക്ക് എത്തുന്നു മെഴുകി ചെയ്യുമ്പോൾ. പിന്നെ വാർക്കുമ്പോൾ ഇതിനെ തിരിച്ചു വെച്ചിട്ട് വാർക്കുന്നത്. അപ്പോൾ ആദ്യ ബിന്ദുവാണ് രൂപപ്പെടുന്നത്, ഭഗവതി രൂപപ്പെട്ട് തിരിച്ച്, അതായത് സൃഷ്ടിയിൽ നിന്ന് സംഹാരത്തിലേക്ക് വരിക. അതാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ പ്രക്രിയ. ഇതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത് സൃഷ്ടി, സ്ഥിതി, സംഹാരം, വീണ്ടും സൃഷ്ടി. സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഈ സ്ഥിതി എന്നുള്ളത് നടുവിൽ ഓട്ടോമാറ്റിക് വരിക. നമ്മൾ തുടങ്ങുന്നത് സംഹാരത്തിൽ നിന്ന് തുടങ്ങി സൃഷ്ടിയിലേക്ക് എത്തുന്നു. വീണ്ടും സൃഷ്ടിയിൽ നിന്ന് തുടങ്ങി സംഹാരത്തിൽ. അതാണ് ചക്രം. ആ ചക്രത്തിനെയാണ് ചക്രം എന്ന് പറയുന്നത്. അതിങ്ങനെ മെഴുകി ചെയ്ത് നമ്മൾ ബീജം എന്ന് പറയുന്നത്. ഒരു കുട്ടി ജനിക്കണമെങ്കിൽ ബീജം വേണം, ഗർഭപാത്രം വേണം, അത് വളരണം. പിന്നെ ഇത് നമ്മൾ
മണ്ണ് കെട്ടി മണ്ണ് നല്ലപോലെ ഇത് പഴുപ്പിച്ച് ഉറപ്പിച്ചെടുക്കും. നമ്മുടെ കലമൊക്കെ ചുട്ടെടുക്കുന്നതാണ്. അത് ചുട്ട് എടുക്കുന്ന സമയത്ത് ഈ മെഴുക് ഉരുകി പുറത്തേക്ക് വരും. പുറത്തേക്ക് വരുമ്പോൾ ആ മെഴുകിരുന്ന ഭാഗം പൊള്ളയാകും. ആ പൊള്ളയിലേക്കാണ് നമ്മൾ ആ മെഴുക് നമ്മൾ വീണ്ടും റിട്ടേൺ ചെയ്യുമോ? വലുതിൻ്റെയൊക്കെ ഇടും, ചെറുതിൻ്റെയൊക്കെ പോകും. ഈ ശൂന്യതയിലേക്കാണ് നമ്മൾ ലോഹം ഉരുക്കി ഒഴിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വേറൊരു പ്രക്രിയ നടക്കുന്നുണ്ട്. അതായത് മെഴുക് ഉരുകി പുറത്തേക്ക് വരുന്നൊരു പ്രളയമാണ്. പ്രളയം കഴിഞ്ഞൊരു ശൂന്യത, അവിടേക്ക് സൃഷ്ടി. അതാണ് ഈ മെഴുകിൽ ചെയ്തു വരുമ്പോൾ ഇങ്ങനെ ഒരുപാട് തത്വങ്ങൾ വരുന്നുണ്ട്. സംഹാരക്രമം മുതൽ സൃഷ്ടിയിലേക്ക് എത്തുക, തിരിച്ച് വാർക്കുമ്പോൾ ഈ വാർക്കുന്നതിന് മുമ്പായിട്ട് പ്രളയം, ശൂന്യത, സൃഷ്ടി, ഇത്രയും നടക്കുന്നുണ്ട്. പിന്നെ തിരിച്ചു വെച്ച് വാർക്കുമ്പോൾ തിരിച്ചു വെച്ചാണ് ആദ്യം ബിന്ദു രൂപപ്പെടുന്നു. അതായത് ഭഗവതി ആദ്യം രൂപപ്പെട്ട് പിന്നെ മറ്റുള്ളവരെല്ലാം രൂപപ്പെട്ടു വരുന്നു. എന്നിട്ട് തിരിച്ച് ലാസ്റ്റ് വരുമ്പോൾ ഈ ഭൂപുരത്തിലേക്ക് വരുന്നു. അപ്പം സ്ഥിതിയിൽ നിന്ന് സംഹാരത്തിലേക്ക് എത്തി. ആ ചക്രം പൂർണ്ണമാണ്. ഇതെല്ലാം ഇങ്ങനെ കൈകൊണ്ട് തന്നെയാണ്, മെഷീൻ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇല്ല, എല്ലാം കൈകൊണ്ട് തന്നെയാണ് ഈ 1264 ചെയ്തത്. പിന്നെ ഈ മണ്ണിൽ നിന്ന് പൊട്ടിച്ച് എടുക്കുമ്പോൾ ഇത് വളരെ ലോഹത്തിൻ്റെ ആ ചൂട് പഴുത്ത തണുത്ത് വരുമ്പം വളരെ കറുത്തായിരിക്കുന്നു. പിന്നെ അതിലെ മണ്ണും ആ കറുപ്പും ഒക്കെ മാറ്റാൻ ചെറിയ ഈ പിൻ ടൂളുകളുണ്ട്, അത് ഉപയോഗിക്കും. അത് ടൂളാണല്ലോ, ആ ടൂളാണ്. പിന്നെ രാഗുന്നെല്ലാം കൈ കൊണ്ടാണ്. എന്നാലേ അതിൻ്റെ കണക്കും ആ ഈ പ്രതലമൊക്കെ അരം കൊണ്ട് രാഗിയെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ. ഇതിൽ എത്ര ത്രികോണമുണ്ട്? ഇതിൽ ശക്തി ത്രികോണങ്ങൾ 5, ശക്തി ത്രികോണം, ശൈവ ത്രികോണം, അങ്ങനെ രണ്ട്. അതെ അതെ, ശക്തി ത്രികോണങ്ങൾ 5, ശൈവ ത്രികോണങ്ങൾ 4. ഇത് ചേർന്ന് 43 കോണുകളാകുക. 43 ത്രികോണങ്ങളാകുക. ഒരെണ്ണം ചെയ്യണമെങ്കിൽ എത്ര ദിവസം എടുക്കും? അത് നമ്മുടെ അതിൻ്റെ സൈസ് അനുസരിച്ചും അതിൻ്റെ ദളങ്ങളുടെ ഡിസൈൻ അനുസരിച്ചും. അത് ദളങ്ങളുടെ ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരേപോലെ തന്നെയല്ലേ ഉള്ളത്? അളവെല്ലാം ഒന്ന് തന്നെ, അളവെല്ലാം ഒന്ന് തന്നെ. പക്ഷെ ഡിസൈനിൽ ചില ദളങ്ങളുടെ ഡിസൈനിൽ ദളങ്ങളുടെ എണ്ണം വ്യത്യാസം വരും. ഇല്ല, എണ്ണങ്ങൾ വ്യത്യാസം വരുന്നില്ല. അത് വരച്ചു വിടുന്നതുണ്ട്. ഞാൻ ഇതിൻ്റെ പണി തുടങ്ങുമ്പോൾ ആദ്യം എല്ലാം ദളങ്ങൾക്കെല്ലാം ഒരേ രൂപമായിരുന്നു. കാരണം മുമ്പുള്ളത് എല്ലാവരും ഇമിറ്റേറ്റ് ചെയ്ത് അതേ രൂപത്തിൽ വരുന്നു. അപ്പോൾ എന്തായാലും ഭഗവതി ത്രിപുരസുന്ദരിയല്ലേ. അപ്പോൾ ആ ദളങ്ങൾക്ക് കുറച്ചൊരു സൗന്ദര്യം വരട്ടെ എന്ന് വെച്ചിട്ട് ദളങ്ങൾക്കും കുറച്ച് സൗന്ദര്യം ഞാൻ കൊടുത്തു. ഭഗവതിക്ക് അത് ഇഷ്ടപ്പെട്ടു. അത് കാരണം ധാരാളം ചെയ്യേണ്ടി വന്നു. മഹാലാവണ്യ സേവതിയല്ലേ ഭഗവതി. അപ്പോൾ അങ്ങനെ താമരദളങ്ങൾക്ക് അപ്പോൾ അത് നമുക്കതിൽ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കാനുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് ഈ ദളങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ദളങ്ങൾക്ക് വ്യത്യസ്തമായ ഡിസൈൻ കൊടുത്തു. അപ്പം അങ്ങനെ ചില ദിവസങ്ങൾ വ്യത്യാസം വരും. ഇല്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരു 3-4 ദിവസം കൊണ്ടൊക്കെ തീരുമോ? ഇല്ല, ഇതിപ്പം ഈ 27 യവം എന്ന് പറയുന്ന ഈ കാണിച്ച മേരു അത് ഒരു 7 ദിവസം എടുക്കും മെഴുക് ചെയ്തത്. മെഴുക് മാത്രം ചെയ്ത് 7 ദിവസം എടുക്കും. പിന്നെ ഇത് മണ്ണ് കെട്ടി അത് ഉണങ്ങണം, ഒരു 4-5 ദിവസം എടുക്കും. പിന്നെ ഇത് വാർത്തെടുക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ കറുത്താണ് ഇരിക്കുന്നത് ലോഹം. അതിനെ രാഗി സൈസൊക്കെ ആക്കി എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 27 യവത്തിൻ്റെ ഒരു മേരു 15 മുതൽ 20 ദിവസം വരെ എടുക്കും. ഓക്കെ, മൊത്തത്തിൽ. പക്ഷേ പാരലായിട്ട് നമുക്ക് ചെയ്യാം, ഒരേ ദിവസം സമയത്ത് തന്നെ പല എണ്ണങ്ങൾ ചെയ്യാം, പല എണ്ണങ്ങളുടെ ചെയ്യാം. എന്നാൽ ഏകദേശം കണക്ക് പറയുമ്പോൾ ഒരു മെഴുക് നമ്മളിപ്പം 4-5 ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒറ്റയ്ക്കൊരെണ്ണം ചെയ്താൽ ഒരു 5 ദിവസം മുതൽ 7 ദിവസം വരെ എടുക്കും. പിന്നെ അത് ആ ദളങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് ദിവസങ്ങളിൽ വ്യത്യാസം വരും. അതിനനുസരിച്ചാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പോകുന്നത്. അതുപോലെ ഇത് നമുക്ക് പെട്ടെന്ന് രാഗി എടുക്കാൻ പറ്റും. മറ്റേ ദളങ്ങളുടെ ഡിസൈൻ ഉള്ളത് രാഗാൻ പാടാം, സമയം വ്യത്യാസം വരും. ഇപ്പം അങ്ങ് കാണിച്ച ഈ ശ്രീചക്രത്തിൽ ഈ മേരുവിൽ പല പല തട്ടുകളുണ്ടല്ലോ. ഈ തട്ടുകളെ 9 തട്ടുകൾ ആണല്ലോ വരുന്നത്. അപ്പോൾ എന്താണ് അതൊന്ന് വിശദീകരിക്കാം. ഈ തട്ടുകൾ എന്തൊക്കെയാണ്, ഏതാണ്? ആവരണങ്ങൾ, ആവരണ ദേവതകളാണ്. 9, അപ്പോൾ നവാവരണം ആണ് അല്ലേ? നവാവരണം, നവയോനി എന്നാണ് പറയുന്നത്.
ഈ 9 ആവരണങ്ങളിലും 9 ദേവതകളാണോ അടിസ്ഥാനമായിട്ടുള്ളത്? അതെ, അടിസ്ഥാനമായിട്ട് 9. പിന്നെ ആലോചിച്ച് കൂടുതൽ ചെല്ലുമ്പം കൂടുതൽ ഉപദേവതകളുണ്ട് അങ്ങനെ. പക്ഷെ 9 ആവരണങ്ങൾ. നമ്മുടെ ഈ ഖഡ്ഗമാല സ്തോത്രം ഉണ്ടല്ലോ, അപ്പൊ ദേവി ഖഡ്ഗമാല സ്തോത്രത്തിൽ പറയുന്ന ദേവതകളാണ് ഇതിലെ ഓരോ ത്രികോണങ്ങളിലും ഓരോ ആവരണങ്ങളിലും ഒക്കെ ഇരിക്കുന്നത് അല്ലേ? ഗോപുരം, പിന്നെ ഷോഡശദളം, 16 ദളം, പിന്നെ അഷ്ടദളം, പിന്നെ ചതുർദശാരം 14 കോണുകൾ, പിന്നെ ബഹിർദശാരം 10 കോണുകൾ, അതിന് മുകളിൽ അന്തർദശാരം ഇത് 10 കോണുകൾ, പിന്നെ അഷ്ടാരം ഇത് 8 കോണുകൾ, പിന്നെ ത്രികോണം ബിന്ദു 1 2 3 4 5 6 7 8 9. ഇതിൽ വൃത്തം വരുന്നുണ്ട്. അതിൽ പൂജയും ദേവതയും ഇല്ലാത്തതുകൊണ്ട് അത് കണക്കിൽ വരുന്നില്ല. ഇപ്പം നമ്മൾ ഈ ആവരണത്തെക്കുറിച്ച് പറഞ്ഞു തന്നാണ്. അപ്പം ഈ പൂർണ്ണമേരു അർദ്ധമേരു ആദ്യം പറഞ്ഞല്ലോ. ഈ പൂർണ്ണമേരു എന്ന് പറഞ്ഞാൽ ഇപ്പം കാണിച്ച ആ പൂർണ്ണരൂപം പകുതിയാണ് മറ്റേതെന്ന് തോന്നുന്നു. ഇത് രണ്ടും തമ്മിൽ ഇത് ആരൊക്കെ ഉപയോഗിക്കുന്നത്? ഇന്ന ആളാണ് പൂർണ്ണമേരു ഉപയോഗിക്കേണ്ടത്, ഇന്ന ആളാണ് അർദ്ധമേരു ഉപയോഗിക്കേണ്ടത്, അങ്ങനെ വിധിയുണ്ടോ? അത് പരമ്പരകൾക്ക് അങ്ങനെ വിധിയുണ്ട്. ചില പരമ്പരയിൽ ഇപ്പം ആന്ധ്രാപ്രദേശിലെ ദേവീപുരം അവർ അർദ്ധമേരു തന്നെ കൊടുക്കുന്നു. പിന്നെ ചില ഗുരുപരമ്പരകൾ അർദ്ധമേരു ഉപയോഗിക്കുന്നുണ്ട്. അവർക്ക് ആ മേരു തന്നെ ആകാം. പിന്നെ ചില വിധികളിൽ പറയുന്നുണ്ട് ഗൃഹസ്ഥര് അർദ്ധമേരു പാടില്ല ചിലയിടത്ത് പറയും. എന്നാൽ അതിന് ആധികാരികമായ രേഖ എന്നുള്ളതായിട്ട് അറിയത്തില്ല. ആ പരമ്പരയുടെ വിശ്വാസം സമ്പ്രദായമേ ഉള്ളൂ. അതെ അതെ, അല്ലാണ്ട് അങ്ങനെ വലിയ വ്യത്യാസമായിട്ടൊന്നും. ഇത് പരമ്പരയാണ് നിശ്ചയിക്കുന്നത്, ഗുരുപരമ്പരയാണ് നിശ്ചയിക്കുന്നത്. ആ പരമ്പരയിൽ ഇപ്പോൾ എനിക്കൊരു ഗുരുവുണ്ടെങ്കിൽ എൻ്റെ ഗുരുവാണോ തീരുമാനിക്കേണ്ടത് ഞാൻ ഇത് ഉപയോഗിക്കണം, ഉപയോഗിക്കാൻ സമയമായോ എന്നൊക്കെ? തീർച്ചയായിട്ടും അങ്ങനെയാണ് അങ്ങയുടെ അടുത്തേക്ക് എത്തുന്നത് അല്ലേ? അതെ, ഗുരു ആണ് നിശ്ചയിക്കേണ്ടത്. അതായത് മേരുവിൽ പൂജ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്യന്തം ദുഷ്കരമാണ്. അപ്പം അതുകൊണ്ട് അവിടേക്ക് എത്താൻ ഈ ഉപാസകൻ പ്രാപ്തനായോ എന്ന് തീരുമാനിക്കുന്നത് ഗുരുവാണ്. അപ്പോൾ അവിടെ എത്താൻ ഇദ്ദേഹത്തിന് പൂജ ചെയ്യാനുള്ള പ്രാപ്തി. നിത്യപൂജ വേണം. അതെ, നവാവരണ പൂജ പഠിക്കണം. അതുമല്ല, മന്ത്രദീക്ഷയുടെ ഒരു പരിധിയിലെത്തുമ്പോഴേ നവാവരണ പൂജ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഗുരുവിന് നിശ്ചയിക്കാം. ചില ഗുരുക്കന്മാർ തുടക്കം മുതലേ നേരുമായിട്ട് അല്ലെങ്കിൽ ശ്രീയന്ത്രമായിട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ അത് ഗുരുവിൻ്റെ തീരുമാനം. ഈ ശ്രീചക്രത്തെക്കുറിച്ച് കേട്ടറിഞ്ഞു തുടങ്ങിയപ്പം മുതൽ ഉള്ള മനസ്സിലുള്ള ഒരു സംശയമാണ്. ഈ ശ്രീചക്രമേരു അല്ലെങ്കിൽ ശ്രീചക്രം എന്ന് പറയുന്നത് സാധാരണ ത്രിപുരസുന്ദരിയെ, മഹാത്രിപുരസുന്ദരിയെ ആരാധിക്കാനുള്ള ഒരു മാധ്യമമാണ് എന്നാണ് കേട്ടിട്ടുള്ളത് പൊതുവെ. പക്ഷേ പല ഭദ്രകാളി ക്ഷേത്രങ്ങളിലും പല ഭുവനേശ്വരി ക്ഷേത്രങ്ങളിലും മറ്റു പല ക്ഷേത്രങ്ങളിലുമൊക്കെ ശ്രീചക്രം വെച്ചിട്ടുള്ളതായിട്ട് കാണാം, മേരു വെച്ചിട്ടുള്ളതായിട്ട് കാണാം. അപ്പോൾ ഭുവനേശ്വരി പലപ്പോഴും മേരുവിൽ ഭുവനേശ്വരി ആരാധിക്കുന്ന ക്ഷേത്രങ്ങൾ തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. എൻ്റെ നാട്ടിലുമൊക്കെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഈ ശ്രീചക്രത്തിലുള്ള മേരുവിൽ ഭദ്രകാളിയായ ഇതെങ്ങനെയാണ് ഇങ്ങനെ വരുന്നത്? അതായത് ദശമഹാവിദ്യകളിൽ ഉള്ളവരാണ് ഭുവനേശ്വരിയും കാളിയും ത്രിപുരസുന്ദരിയും എല്ലാം. അപ്പം ഈ പ്രതിഷ്ഠ നടത്തുന്ന തന്ത്രി ശ്രീവിദ്യ, ഇപ്പം ദേവീക്ഷേത്രങ്ങളിലാണെങ്കിൽ അവിടെ പ്രതിഷ്ഠ നടത്തുന്ന തന്ത്രി ശ്രീവിദ്യ ഉപാസകനാണെങ്കിൽ അദ്ദേഹത്തിന് ശ്രീചക്രം സ്ഥാപിക്കാൻ ഉള്ള ഇതുണ്ട്, ഉത്തരവാദിത്വമുണ്ട്, അദ്ദേഹം ചെയ്യണമെന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പം മൂകാംബികയിൽ ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ചെടുത്ത ശ്രീചക്രമുണ്ട്. കൊടുങ്ങല്ലൂരുണ്ട്. കൊടുങ്ങല്ലൂർ ഭദ്രകാളിയാണല്ലോ. അതെ, ഭദ്രകാളിയാണ്, അവിടെ ഉണ്ട്. അങ്ങനെ ഈ ദശമഹാവിദ്യയിലുള്ളിടത്ത് ദേവീക്ഷേത്രങ്ങളിൽ ശ്രീചക്രം പൂജിക്കാവുന്നുണ്ട്. അല്ല, ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും ഒക്കെ ഈ ശ്രീയന്ത്രം വരച്ചു വെച്ചിട്ടുള്ളതുണ്ടല്ലോ. എല്ലായിടവും 33 കോടി ദേവതകളുടെയും ഇരിപ്പിടമാണ് ശ്രീയന്ത്രം, ശ്രീചക്രം. അപ്പം എവിടെ വേണമെങ്കിലും വെക്കാം. മിക്കവാറുമുള്ള ക്ഷേത്രങ്ങളുടെ എല്ലാം ബേസിൽ ശ്രീചക്രമുണ്ട്. ശബരിമലയിലും ശ്രീചക്രമുണ്ട്. മണിമണ്ഡപത്തിലുള്ളത് ശ്രീചക്രം തന്നെയാണ്. ഇപ്പം മാളികപ്രതമ്മയുടെ അടുത്ത് മാളികപ്രതമ്മയുടെ അടുത്തുള്ള മണിമണ്ഡപത്തിലാണ് ശ്രീചക്രം ഉള്ളത്. അവിടെ അവസാനം ബലി നടക്കുന്ന അന്ന് ലളിതാ സഹസ്രനാമ സ്തോത്രം ചൊല്ലിയാണ് അവിടെ അവസാന ദിവസം ചെയ്യുന്നത്.
ബലിയൊക്കെ നടക്കും. ഓ. മണികണ്ഠൻ നല്ലൊരു ശ്രീവിദ്യ ഉപാസകനായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ എല്ലാം മലയാളികളെ എല്ലാം വളരെ ഗോപ്യമായിട്ട് ഭഗവാൻ ശ്രീവിദ്യ പഠിപ്പിക്കുന്നുണ്ട്. ആര്? അയ്യപ്പൻ. അയ്യപ്പൻ. ഓ. അതും ഒരു ഉയർത്തലാണ്. ഗോപ്യമായി ശ്രീവിദ്യ പഠിപ്പിക്കുന്നത് ഒന്ന് വിശദീകരിക്കാം ആ ഭാഗം. അതായത് ശ്രീവിദ്യക്ക് ഗുരു വേണം. അതെ. ശബരിമലയ്ക്ക് പോകണമെങ്കിൽ ഗുരു വേണം. ഗുരുസ്വാമി വേണം. വേറെ ഒരു ക്ഷേത്രങ്ങൾക്ക് പോകാനും ഗുരുസ്വാമി വേണം. വേണ്ട, നിർബന്ധമില്ല. ഗുരുനാഥൻ ഉയർത്തി മൂലാധാരത്തിൽ നിന്ന് ഉയർത്തി സഹസ്രാരത്തിൽ വെച്ച് തരുന്ന ഇരുമുടിക്കെട്ട് ഇത് തന്നെയാണ് ശ്രീചക്രം. ഗുരുനാഥൻ മൂലാധാരത്തിൽ നിന്ന് നമ്മുടെ കുണ്ടലിനി ശക്തി ഉയർത്തി സഹസ്രാരത്തിൽ എത്തിക്കുന്നതാണ് ശ്രീവിദ്യ. അല്ല, ഇപ്പൊ പറഞ്ഞതിനകത്ത് മറ്റൊരു സംശയം വരുന്നു. ഈ മണികണ്ഠൻ അഥവാ അയ്യപ്പസ്വാമി ശാസ്താവിന്റെ ഉപാസകനായിരുന്നല്ലോ. ശാസ്താവിലാണല്ലോ ലയിച്ചത്. അതുകൊണ്ടാണല്ലോ ശ്രീധർമ്മശാസ്താവ് അവിടെ അയ്യപ്പനായിട്ട് അവിടെ വാണുള്ളത് നമ്മൾ കേട്ടിട്ടുള്ളത്. പറഞ്ഞതനുസരിച്ച് അദ്ദേഹം അല്ലെങ്കിൽ മണികണ്ഠ സ്വാമി ശ്രീവിദ്യ ഉപാസകനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് തമ്മിൽ എങ്ങനെയാ മാച്ചാവുന്നത്? അല്ല, ശ്രീവിദ്യ ഉപാസന പഠിക്കാമല്ലോ. രണ്ടും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ശ്രീവിദ്യ ശാസ്താവിൽ ലയിച്ചു എന്ന് പറഞ്ഞ് ശ്രീവിദ്യ ഉപാസന പഠിക്കാമല്ലോ. നല്ല ശ്രീവിദ്യ ഉപാസകനായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ള അറിവ്. നല്ല ഒരു ശ്രീവിദ്യ ഉപാസന. അതുപോലെ തന്നെയാണ് നമ്മൾ പോകുന്നതും. ആരെ കാണാൻ? സ്വാമിയെ കാണാൻ. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. വേറെ ഒരു ദേവതയ്ക്ക് ഇത് പറയുന്നില്ല. ബാക്കി എല്ലാം ഭോഗാർത്ഥം കൂടിയാണ് പോകുന്നത്. ശബരിമലയ്ക്ക് പോകുന്നത് മാത്രം മോക്ഷം. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. അതെ. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തത്വമസി ഇത് തന്നെയാണ് ശ്രീവിദ്യ, മോക്ഷം. അതുപോലെ നമ്മൾ അവിടെയും പ്രാണപ്രതിഷ്ഠ നടക്കുന്നുണ്ട്. നമ്മുടെ പ്രാണനെ സങ്കല്പിച്ചാണല്ലോ നെയ്യ് നിറയ്ക്കുന്നത്. ജീവൻ മാറ്റിയിട്ട് പ്രാണം നമ്മൾ തേങ്ങയ്ക്കകത്ത് നിറച്ചിട്ട് ആ പ്രാണന് നമ്മുടെ സഹസ്രാരത്തിൽ ഗുരു വെച്ച് തന്ന് അതുമായിട്ടാണ് പമ്പമലകളെല്ലാം ഉയർത്തല. മുകളിലേക്കാണ് ചക്രങ്ങളായി കയറി പോകുന്നതായിട്ട്. അതെ. 18ാം പടിയിൽ വരുമ്പോൾ താഴെ വന്നു. പിന്നെ ഒരു 18 തത്വങ്ങൾ ഉയർത്തലാണ്. മുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ ആ ഇതെത്തി സഹസ്രാരത്തിൽ. അപ്പൊ തത്വമസിയായി. അത് നീയായി. പിന്നുള്ളത് നമ്മുടെ ശരീരത്തിനെ പിളർന്ന് രണ്ടാക്കിയിട്ട് ആ ഉള്ളിൽ നിറച്ച പ്രാണനെ ഭഗവാനിൽ പ്രതിഷ്ഠിക്കുക. പ്രാണപ്രതിഷ്ഠ, നെയ്യഭിഷേകം. പിന്നെ വരുന്ന 2 മുറി ശരീരം നമ്മളവിടെ അഗ്നിക്ക് സമർപ്പിക്കുന്നു. ഇത് ആ ഒരു ചക്രമാകുകയാണ്. ശ്രീവിദ്യ ചക്രം തന്നെ നടക്കുകയാണ്. ശരി. ഇപ്പം ആ ബന്ധം അങ്ങ് പറഞ്ഞതുകൊണ്ട്, ഇങ്ങനെ വിശദീകരിച്ചതുകൊണ്ട് ആ ബന്ധം ഏകദേശം ഒന്ന് മനസ്സിലായിട്ടുണ്ട്. അല്ല, മിക്കവർക്കും അത് അറിയത്തില്ല. ഈ ശ്രീവിദ്യ എല്ലാവരെയും കൊണ്ട് ജയിക്കുന്നുണ്ട്. ആരും മടുക്കുന്നുമില്ല, ശബരിമലയ്ക്ക് പോകുന്നില്ല. ഇത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേരളത്തിലുള്ള മിക്കവാറും എല്ലാ ഭക്തരും ശ്രീവിദ്യോപാസകരാണ് എന്ന് പറയേണ്ടി വരും. സൗത്ത് ഇന്ത്യയിൽ. അതെ, കേരളം എന്ന് പറഞ്ഞാൽ പോരാ, ദക്ഷിണ ഭാരതം മുഴുവൻ. അതെ, ശ്രീവിദ്യ നല്ലപോലെ. പക്ഷെ അവർക്ക് അറിയത്തില്ല ഞാൻ ശ്രീവിദ്യ ചെയ്യുന്നു എന്ന് അറിയത്തില്ല. ഇതാണ് അതിൻ്റെ മൂലം. അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം കേരളത്തിൽ ചിലയിടത്തേ ഉള്ളൂ ഗുരുക്കന്മാരുടെ കുറവുണ്ട്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരെല്ലാം ഗുരുക്കന്മാർ ഇരുമുടി സഹസ്രാരത്തിൽ വെച്ച് കൊടുക്കുന്നത് കൊണ്ട് മാത്രമേ വരത്തുള്ളൂ. അവരത് ആ ഗുരുക്കന്മാർ മാത്രമേ താഴ്ത്തി വയ്ക്കുകയോ വീണ്ടും ശിരസിൽ വെച്ച് കൊടുക്കുകയോ ചെയ്തു. അതങ്ങനെ നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ. ശരി ശരി ശരി. ഇതൊരു പുതിയൊരു അറിവായിരുന്നു. ഈ ശ്രീചക്രവും മേരുവും ഇതിനെക്കുറിച്ചുള്ള പരസ്യങ്ങൾ ഇങ്ങനെ ധാരാളം പല സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ശ്രീചക്രങ്ങളുടെ പരസ്യങ്ങൾ നിരവധി. നമ്മൾ ശ്രീചക്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻ്റർനെറ്റിൽ അടിച്ചാൽ പിന്നെ നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇനി പരസ്യത്തിൽ കാണുന്ന ശ്രീചക്രം വാങ്ങിച്ചു വെച്ചാൽ അപ്പോൾ എന്തോ ഐശ്വര്യം കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? അങ്ങനെ പരസ്യത്തിൽ കാണുന്ന ശ്രീചക്രം അങ്ങനെ ഒരാൾക്ക് വാങ്ങിച്ചു വെക്കാൻ പറ്റില്ലെന്നാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാകുമെന്നാണോ? പരസ്യം 2 തരമാണ്. ഒന്ന് പരിചയപ്പെടുത്തുക, ഒന്ന് ബിസിനസ് നടത്തുക. ഇതിലിപ്പോൾ കണ്ടുവരുന്ന എല്ലാം ബിസിനസ്സാണ്. അത് ശ്രീചക്രം എന്ന് പറഞ്ഞുകൂടാ. കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇതിൻ്റെ അടിസ്ഥാന തത്വമുണ്ട്. ശ്രീചക്രം ചെയ്യാൻ ഒരു കുട്ടി പിറക്കണമെങ്കിൽ അതിന് തത്വമുണ്ട്. അതുപോലെ എൻ്റെ കുട്ടി ജനിക്കണമെങ്കിൽ അതിന് എൻ്റെ ബീജത്തിൽ നിന്ന് വേണം കുട്ടി ജനിക്കാൻ. അത് അടിസ്ഥാനമായിട്ട് പോയെങ്കിൽ മാത്രമേ കിട്ടൂ. ഇപ്പം നമുക്കൊരു കുട്ടി വേണമെങ്കിൽ എവിടെന്നെങ്കിലും വാങ്ങിച്ച് വളർത്തുകയും ചെയ്യാം. ദത്തെടുക്കാം. അതും കുട്ടിയാണ്. അത് നമ്മളെ അച്ഛാന്നോ അമ്മയെന്നോ വിളിക്കും. നമുക്ക് അതിനെ കുട്ടിയായിട്ട് കാണാം. പക്ഷെ നമ്മുടെ ബീജമല്ലത് എന്ന് പറയുന്നതല്ല. ആർക്കാണോ ശ്രീചക്രം വേണ്ടത്
അവർക്ക് വേണ്ടി ശ്രീചക്രം പിറക്കണം. ഇപ്പം അങ്ങയുടെ അടുത്തേക്ക് ഇപ്പോൾ എനിക്കൊരു ശ്രീചക്രം വേണം, എൻ്റെ ഗുരു എന്നോട് നിർദ്ദേശിച്ചിരിക്കുന്നെങ്കിൽ ഞാൻ അങ്ങയുടെ അടുത്ത് വരുന്നു, അങ്ങ് എൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായി പഠിച്ചതിന് ശേഷം എനിക്ക് വേണ്ടി ഒരു ശ്രീചക്രം ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് ഇപ്പം അങ്ങ് ചെയ്യുന്ന ഈ 1264 ശ്രീചക്രങ്ങൾ അല്ലേ? അതെ. അപ്പോൾ ഇത് തമ്മിൽ ഇപ്പോൾ അങ്ങ് ഉണ്ടാക്കിയ ശ്രീചക്രങ്ങളിൽ 2 എണ്ണം തമ്മിൽ ഒരിക്കലും സാമ്യം ഉണ്ടാവില്ലല്ലോ അങ്ങനെയാണെങ്കിൽ? അല്ല, സാമ്യം എല്ലാം സാമ്യം കണക്കൊന്നും തന്നെയല്ലേ. പിന്നെ വലിപ്പച്ചെറുപ്പം, ഡിസൈനിലെ വ്യത്യാസം, ദളങ്ങളുടെ ഡിസൈനിലെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഈ ഇതുപോലെ ഇപ്പം ഈ മുമ്പ് കാണിച്ചത് ആ അളവിൽ ചെയ്യണേ അതൊരുപോലെ ഇരിക്കും. പിന്നെ അവരുടെ ഇഷ്ടമാണ് ദളങ്ങളിൽ വരുന്ന വ്യത്യാസം, അളവിൽ വ്യത്യാസമല്ല, ദളങ്ങളിൽ വരുന്ന വ്യത്യാസം. അപ്പം അത് ചിലപ്പം ഈ മുമ്പ് കാണിച്ച 2 എണ്ണം അത് ആ കാണുമ്പോൾ ചിലപ്പോൾ അളവിൽ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അങ്ങനെയല്ല, അളവിൽ വ്യത്യാസം വരുന്നു. അല്ല, ഈ മോൾഡ് ഇത് കഴിയുമ്പോൾ ഇത് ഉരുക്കി അങ്ങ് പോവാണല്ലോ, രണ്ടാമത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, പുതിയൊരു മോൾഡാണ് വേറൊരു ശ്രീചക്രത്തിന് അങ്ങ് നിർമ്മിക്കുന്നത്. അപ്പം തന്നെ അതിനകത്ത് വ്യത്യാസം എന്തായാലും ചെറിയ തോതിൽ വന്നിട്ടുണ്ടാവും. ഇല്ല, കണക്കിൽ വ്യത്യാസം വരത്തില്ല. കണക്കിൽ വ്യത്യാസം വരത്തില്ല, ബാക്കിയെല്ലാം ഒരുപോലെ ആയിരിക്കും. കണക്കിൽ വ്യത്യാസം വരുന്നത് അടിസ്ഥാന കണക്കാണ്, ആ കണക്കിൽ വ്യത്യാസം വരുന്നില്ല. ഈ ശ്രീചക്രത്തിൽ ഇപ്പോൾ ഈ ഭഗവതി മാത്രമാണോ ഈ ശ്രീചക്രത്തിൽ പൂജിക്കുന്നത്? അതെ. ശ്രീകൃഷ്ണൻ, ശിവൻ അങ്ങനെയൊന്നുമില്ല? ശിവനുണ്ട്, എല്ലാവരും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കരാങ്കുലി നഗോൽപ്പന്ന നാരായണ ദശാകൃതി എന്ന് പറയുന്നത് ഭഗവതിയുടെ കൈവിരലുകളിലെ നഖത്തിലെ ഉൽപ്പന്നങ്ങളാണ് നാരായണ ദശാകൃതി, 10 അവതാരങ്ങൾ. അതെ, നാരായണന്റെ 10 അവതാരങ്ങൾ. അതെ, ശിവനുണ്ട്, ബാക്കി എല്ലാ ദേവതമാരും. അപ്പം ഭഗവതി അത്രയും ഔന്നത്യമുള്ള ദേവതയാണ്. അതെ, അത്രയും പൂർണ്ണമാണ് ശ്രീചക്രം. അപ്പം അത് എല്ലാ എന്ന് പറഞ്ഞ് ഇപ്പം ശ്രീകൃഷ്ണ പൂജ അല്ലെങ്കിൽ മറ്റൊരു പൂജ എന്ന് പറഞ്ഞ് എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഭഗവതിയുടെ പൂജയാണ് പൂർണ്ണമായിട്ട് നടക്കുന്നത്. അപ്പോൾ ഈ 1264 മേരു നിർമ്മിച്ചിരിക്കുന്ന ഒരു ആചാര്യനാണ് അങ്ങ്. മേരു നിർമ്മിക്കുന്ന ആചാര്യൻ മന്ത്രദീക്ഷിതനായിരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? ഉണ്ട്. ഉണ്ട്. അപ്പോൾ അങ്ങേക്ക് മന്ത്രദീക്ഷയുണ്ട്? ഉണ്ട്. എവിടുന്നാണ്? തൃച്ചി ഇങ്കോമലയിലെ ലളിതാ മഹിളാ സമാജം മാതാജിയാണ് എൻ്റെ ഗുരു. മാതാജി അടുത്ത കാലത്ത് സമാധിയായി. അപ്പം മറ്റു മാതാജിമാരാണ് ഇപ്പോൾ ഉണ്ട്. അവിടെ നിന്നാണ് ദീക്ഷ കിട്ടിയിട്ടുള്ളത്. ശ്രീവിദ്യാ ദീക്ഷിതനാണ് അല്ലേ? അതുപോലെ മന്ത്രദീക്ഷ വേണമെന്ന് പറയുന്നത് അതൊരു യോഗ്യതയാണ്. മേരു ചെയ്യുന്ന ആളിന് കുറച്ച് ക്വാളിഫിക്കേഷൻ ഉണ്ട്. മന്ത്രദീക്ഷ വേണം, വിശ്വകർമാവായിരിക്കണം, ഗുരുവിൻ്റെ അനുമതിയും അനുഗ്രഹവും വേണം. കാരണം മേരു ഒരാളിൻ്റെ പൂർണ്ണ മോക്ഷത്തിലേക്ക് ഉള്ളൊരു ഉപാധിയാണ്. ഇത് നിർമ്മിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഞ്ചിത ദോഷങ്ങൾ, പ്രാരാബ്ധങ്ങളൊക്കെ മുൻപ് ജന്മങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. അതിന് ഉപാധി ഉണ്ടാക്കുന്ന ആളിന് ആ ദോഷങ്ങളുടെ കുറേ അംശങ്ങൾ വന്നു ചേരും. അപ്പം അത് പരിഹരിച്ച് തരേണ്ടത് ഗുരുവാണ്. ശ്രീവിദ്യയിലെ നമ്മുടെ ഗുരുവാണ് അത് പരിഹരിക്കുന്നത്. അല്ലെങ്കിൽ ആ ദോഷങ്ങൾ ഗുരുവിനെയും ബാധിക്കും. അപ്പം അത് ഗുരുക്കന്മാരാണ് അതിനെ നമുക്ക് വേണ്ടുന്ന എല്ലാ സംരക്ഷണവും തരുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇപ്പം ഒരു മന്ത്രം എൻ്റെ മേരുവിൻ്റെ പണി നടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ മന്ത്രജപവും നടക്കും. അപ്പം മനസ്സിൽ മന്ത്രജപവും കയ്യിൽ മേരുവും, അപ്പം അതൊരു പൂർണ്ണമാണ്. ബിസിനസ് ഫാക്ടറിയിൽ ഇതൊരു ബിസിനസ് പ്രോഡക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അവർ നടക്കത്തില്ല, ഇതിൻ്റെ എണ്ണം മാത്രമാണ് തോന്നുന്നത്. ചിലപ്പോൾ മറ്റൊരു കാര്യം, അങ്ങേക്ക് ഈ മേഖലയിൽ അങ്ങേക്ക് ശിഷ്യന്മാരുണ്ടോ? ശിഷ്യന്മാരില്ല. അങ്ങനെ ആരും കടന്നു വരാൻ പറ്റുന്ന, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയല്ല. കാരണം ഇത് മന്ത്രജപത്തോടെയും ഭഗവതിയാണെന്നുള്ള അതിനെ പറ്റിയ ഒരാളെ കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ. വരും, ഇടയ്ക്ക് ആൾക്കാർ ഇടയ്ക്ക് വന്ന് സഹായിക്കാനൊക്കെ നിൽക്കും. പക്ഷെ പൂർണ്ണമായിട്ട് നിൽക്കുന്നില്ല. ഇത് ഭഗവതിയും കൂടെ തീരുമാനിക്കണം ഇതിലാരൊക്കെ കൈ വെക്കണം എന്നുള്ളത്. അതെ അതെ അതെ. അങ്ങനെ ആരെയും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. വരും, ആരെങ്കിലും വരും. ഇത് ഭഗവതി കൊണ്ടുവരണം. നമ്മൾ നിർബന്ധിച്ച് നിർത്താൻ പറ്റത്തില്ല. കാരണം ഇത് വ്രതശുദ്ധിയോടെയും ഭഗവതിയാണെന്നുള്ളൊരു ഉത്തമ ബോധ്യത്തോടെയൊക്കെ ചെയ്യേണ്ടതാണ്. വാച്ചിൽ സമയം നോക്കിയോ ഉച്ചയ്ക്ക് മത്സ്യമാംസാദികൾ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊന്നും ഇത് തൊടാൻ പറ്റത്തില്ല. പൂർണ്ണമായ നിഷ്ഠയോടുകൂടി ധ്യേയനിഷ്ഠനായിട്ട് ചെയ്യേണ്ടതാണ്. അതെ അതെ, വ്രതശുദ്ധിയോടുകൂടി ചെയ്തെങ്കിൽ മാത്രമേ അതിനാ പൂർണ്ണ വൃത്തിയുള്ളൂ. അതാണ്, അതെല്ലാവരെ കൊണ്ടും ചിലപ്പം പറ്റത്തില്ല. ഇപ്പോൾ എല്ലാവർക്കും സാധാരണ നമ്മൾ ആദ്യം ഒന്ന് പരാമർശിച്ചു, പക്ഷേ എങ്കിലും ഒരു അല്പം കൂടെ വിശദീകരണം ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ഈ മേരു എന്ന് പറഞ്ഞാൽ ഇത് മേരുവിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്?
മേരു പരാശക്തിയോടുകൂടി തന്നെ ഉത്ഭവിച്ചതാണ്. ബിന്ദുമണ്ഡല വാസിനിയാണ് പരാശക്തി. അപ്പം ഭഗവതിയുടെ കൂടെ തന്നെ മേരു ഉത്ഭവിച്ചു. ശ്രീചക്ര രാജരഥത്തിലാണ്, ശ്രീചക്ര രാജരഥ ആരൂഢയാണ് ഭഗവതി. അപ്പം ശ്രീചക്ര രഥവും ആയിട്ടാണ് ഭഗവതി വരുന്നത്. അതുപോലെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് മനുഷ്യർക്ക് ഇത് പ്രാപ്തമാകുന്നത് ശ്രീവിദ്യാ പദ്ധതി ഹയഗ്രീവൻ അഗസ്ത്യമുനിയോട് വിശദീകരിക്കുമ്പോൾ ലോകമുദ്ര അമ്മയാണ്, അതായത് അഗസ്ത്യരുടെ ധർമ്മപത്നി, അഗസ്ത്യരുടെ പത്നി, അഗസ്ത്യ പത്നി ആണ് ഇതിനൊരു ഉപാധി വേണം എന്നുള്ളതിൽ ശ്രീചക്രം കൂടെ ചിട്ടപ്പെടുത്തുന്നു. ആ കണക്ക് അത് കണക്കും ഇതിലെ ദേവതമാരെ ബാലാംബിക മുതൽ ഗണപതി മുതൽ മറ്റുള്ള ശിവൻ മുതൽ എല്ലാവരെയും ഉൾപ്പെടുത്തി പിന്നെ കണക്ക് ചിട്ടപ്പെടുത്തി വിശ്വകർമാവിന് കൊടുക്കുകയും അദ്ദേഹമാണ് ആദ്യത്തെ ശ്രീചക്രം ചെയ്യുന്നത്. അങ്ങനെയാണ് ഉൽപ്പത്തി ശ്രീചക്രം. അതോടുകൂടി ഇത് വിശ്വകർമ്മജരുടെ കയ്യിലേക്ക് ഇത് എത്തിച്ചേരും. അതെ, അങ്ങനെ ഈ ക്വാളിഫിക്കേഷനിൽ വിശ്വകർമ്മജർ തന്നെ ഇത് ചെയ്യണം എന്നുണ്ട് ശ്രീചക്രം. അത് ഇപ്പം വിശ്വകർമ്മജരായിരിക്കണം, ശ്രീവിദ്യ ഉപാസനയുള്ളവരായിരിക്കണം, ഗുരുവിൻ്റെ അനുമതി വേണം. ശരിക്കും പറഞ്ഞാൽ ഇപ്പം സർജൻ തന്നെ സർജറി ചെയ്യുന്ന പോലെ ജനറൽ മെഡിസിൻകാരൻ സർജറി ചെയ്യാൻ പാടില്ല. എല്ലാ ഡോക്ടർമാരാണെന്ന് പറഞ്ഞാലും സർജറി ചെയ്യത്തില്ല. അപ്പം സർജൻ തന്നെ സർജറി ചെയ്യുന്ന പോലെ ഇതിന് ചില അടിസ്ഥാന യോഗ്യതകൾ. അങ്ങനെ വിശ്വകർമാക്കൾ കാണുന്നത്. പിന്നെ മറ്റുള്ളവരും ചെയ്യുന്നുണ്ട് മന്ത്രദീക്ഷകൾ. അത് ഗുരു നിശ്ചയിക്കണം. ഗുരുവിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ അതുമാകാം. അതെ. ഈ വിഗ്രഹവും മേരുവും തമ്മിൽ എന്താ വ്യത്യാസം വരുന്നത്? ഭഗവതിയുടെ ഒരു വിഗ്രഹം ഒരു സ്ഥലത്തിരിക്കുന്നു, പല സ്ഥലത്തും ഈ ശ്രീചക്രത്തിൻ്റെ മുകളിലാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. താഴേക്ക് പാതാള പ്രസ്ഥാനം എന്ന് പറയുന്ന സംഭവം പല അമ്പലങ്ങളിലുണ്ട്. അപ്പോൾ ഇത് രണ്ടും എന്തിനാ ആവശ്യം വരുന്നത്? ഒന്നുപോലെ അല്ല, വിഗ്രഹം ഏകമാണ്. അതിൽ ഭഗവതി മാത്രമേ ഉള്ളൂ. ഭഗവതി മാത്രമേ ഉള്ളൂ. മേരു എന്ന് പറയുമ്പം ഈ പറഞ്ഞ 33 കോടി ദേവതകളും ഉൾപ്പെടുന്നത് സമഷ്ടിയാണ്. അപ്പം വിഗ്രഹത്തെ നമ്മൾ കാണുമ്പം ശിവനായാലും കൃഷ്ണനായാലും ഗണപതി ആയാലും ഭഗവതി ആയാലും സരസ്വതി ആയാലും ലക്ഷ്മി ആയാലും ആ രൂപത്തെ നമ്മൾ കാണും. പക്ഷെ മേരു അങ്ങനെയല്ല. മേരു ഇതിൻ്റെ ഒരു ഐക്യമാണ്. അതുകൊണ്ടാണ് മേരു ഇതുമായിട്ട് വ്യത്യാസമാണ്. ഇപ്പോൾ ഒരു സാധകൻ അല്ലെങ്കിൽ ഒരു ഉപാസകന് വേണ്ടിയാണല്ലോ ഇത് നിർമ്മിക്കുന്നത്. അങ്ങ് നിർമ്മിച്ചിട്ടുള്ള ഇത്രയും എണ്ണം ഏതെങ്കിലും സാധകനോ ഉപാസകനോ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള യുണീക്ക് പ്രോഡക്റ്റുകളാണ്. അപ്പോൾ എനിക്ക് വേണ്ടി അങ്ങ് ഒരു മേരു നിർമ്മിക്കുകയാണെങ്കിൽ, അങ്ങ് നിർമ്മിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നിർമ്മാണ വീതിയിൽ അങ്ങയുടെ ആ വഴിയിൽ എൻ്റെ ഉപാസനാപരമായ കാര്യങ്ങളെക്കുറിച്ച് അങ്ങേക്ക് മനസ്സിലാകുമോ? അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളോ മറ്റോ ഉണ്ടോ? തീർച്ചയായിട്ടും. അപ്പം ഒരു മേരുവിൽ എത്തുന്ന, മോക്ഷത്തിലേക്ക് എത്തുന്ന ഒരാളിന് മാത്രമേ ഇതൊരു ആഗ്രഹം തോന്നുകയും ഒരു ഗുരുവിലേക്ക് എത്തുന്നതും ശ്രീവിദ്യ പഠിക്കണം എന്ന് തോന്നുകയും ഒക്കെ ചെയ്യുന്നു. പിന്നെ ഇത് ഇവർക്ക് വേണ്ടി ആർക്കാണോ മേരു ചെയ്യുന്നത് അവർക്ക് വേണ്ടി മേരു ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും അവരൊരു നല്ല ഉപാസകനാണോ, ഇതിന് യോഗ്യനാണോ എന്നൊക്കെയുള്ളൊരു മനസ്സിലാകും. അപ്പം അങ്ങനെ ചിലർക്കൊക്കെ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതായത് അങ്ങയുടെ അടുത്തേക്ക് എത്തുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തി തിരിച്ചയച്ചിട്ടുണ്ട്, അവർ ദേഷ്യപ്പെട്ടിട്ടുമുണ്ട്. കാരണം ശ്രീവിദ്യ അല്ലെങ്കിൽ ഇത് എന്താണെന്ന് എങ്കിലും അറിയുന്നവന് മാത്രമേ ഇത് പ്രയോജനപ്പെടൂ. ഈ പറഞ്ഞ പോലെ ശ്രീചക്രമാണ്, ഐശ്വര്യ ചക്രമാണ് വീട്ടിൽ വാങ്ങിച്ചു വെക്കാമെന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്, പിന്നെ കൊടുക്കാറില്ല. പിന്നെ ഒരു അടങ്ങാത്ത ആഗ്രഹം, ശ്രീവിദ്യയിലേക്ക് എത്തണം എന്നുള്ള അടങ്ങാത്ത ആഗ്രഹം, അവർ ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ടായിരിക്കും ശ്രീവിദ്യയിലേക്ക് എത്തുന്നത്. അങ്ങനെ കുറേ പേരുണ്ട്. അത് സംസാരത്തിൽ കൂടെ നമുക്കത് മനസ്സിലാകും, ഇവർ യോഗ്യനാണോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ശ്രീവിദ്യയിലെത്തിയവർ ഉണ്ട്. അതായത് ആദ്യം മേരു നേടിയതിന് ശേഷം, കരസ്ഥമാക്കിയതിന് ശേഷം ശ്രീവിദ്യയിലെത്തിയവരുണ്ടോ? എത്തിയവരുണ്ട്. കാരണം ഇവർക്ക് അറിയത്തില്ല എങ്ങനെ നല്ല ശ്രീവിദ്യ, നല്ല ഗുരുവിനെ കിട്ടണം. അതൊരു വലിയൊരു ചലഞ്ചായി. നല്ല ഗുരു വേണം, യോഗ്യനായ ഗുരു വേണം. ഇപ്പോൾ ഓൺലൈനിലാണേലും അല്ലെങ്കിലും ഒക്കെ ഇഷ്ടംപോലെ ഗുരുക്കന്മാർ. അതെ, ദീക്ഷ, ഓൺലൈൻ ദീക്ഷ കൊടുക്കുന്ന ഓൺലൈൻ ദീക്ഷ. അതൊക്കെ ഈ 1264 മേരു നിർമ്മിച്ച അല്ലെങ്കിൽ നിരവധി യന്ത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ള അങ്ങേക്ക് ധാരാളം ആദരവുകളൊക്കെ ലഭിച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ മനസ്സിൽ തട്ടി ഏതെങ്കിലും ആദരവുകളുണ്ടോ? ശ്രീ രവിശങ്കർജി എടുത്തു പോയത് അത് രുദ്രമേരു, ശ്രീരുദ്രം. അത് അവർ ശ്രീ രവിശങ്കർജിയുടെ അവിടെ
ശബ്ദം എങ്ങനെ രൂപം നാദം ഈ ചമകത്തെയല്ലേ ഉദ്ദേശിച്ചത്? ഇത് രുദ്രം ചമകം അതല്ലേ ഉദ്ദേശിച്ചത്? അതെ, അതിലെ രുദ്രം. ആ മന്ത്രം നാദം എങ്ങനെ രൂപമാകുന്നു എന്ന് അവരത് ചിട്ടപ്പെടുത്തി. കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടുകൂടി അനിമേഷൻ്റെ കൂടെ ആ നാദത്തെ അവർ ഇത് ഇത്ര കോണുകൾ ഇന്ന ഇടത്ത് ഇന്നത് വരും എന്നുള്ളത് ചിട്ടപ്പെടുത്തി അതിനെ ഒരു രൂപമാക്കി പ്രിൻ്റ് എടുത്തു. അതിങ്ങനെ കാണാനിടയായി. നമ്മുടെ ശ്രീ മനോജ് എസ് നായർ അദ്ദേഹം പറഞ്ഞു ഇതിങ്ങനെ എഴുതുന്നുണ്ട്, നമുക്കൊന്ന് വാർത്ത് നോക്കിയാലോ. അങ്ങനെ അവരുടെ അനുവാദത്തോടെ ഞങ്ങളത് വാർത്തു അത് അവിടെ അയച്ചു കൊടുത്തു. അവർക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഗുരുജിയെ, അന്ന് ഗുരുജി വിദേശത്തെവിടെയാണ്, അദ്ദേഹത്തോട് പറഞ്ഞു. ഗുരുജി എന്നെ ഇതുമായിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അപ്പം അദ്ദേഹത്തെ എന്നെ പരിചയപ്പെടുത്തിയ ആൾ അദ്ദേഹത്തോട് പറഞ്ഞത് സുബ്രഹ്മണ്യ ആചാരി പന്തളമാണ്, മേരു ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന്. അതൊരു വലിയൊരു ഇതാണ്, അദ്ദേഹം കേട്ടിട്ടുണ്ടെന്ന്. പിന്നെ അദ്ദേഹം തന്നെ ഇങ്ങോട്ട് ചോദിച്ചു മാതാജിയുടെ ശിഷ്യനല്ലേ, അത് വലിയൊരു ആദരവ് തന്നെ. പിന്നെ അദ്ദേഹം പറഞ്ഞത് ആദ്യമായിട്ടാണ് രുദ്രം പിറവിയെടുക്കുന്നത്. രുദ്രം അത് കാലഘട്ടത്തിൻ്റെ ആവശ്യം, ഓരോ കാലഘട്ടത്തിൽ ഓരോ ദേവതകൾ പിറക്കുക, ആ കാലഘട്ടത്തിൻ്റെ ആവശ്യം അങ്ങനെ പിറന്നതാണ് രുദ്രം. അത് സ്വാമി പിന്നെ ശ്രീചക്രത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. 15 മിനിറ്റോളം അദ്ദേഹമായിട്ട് സംസാരിച്ചു. പിന്നെ അമൃതാനന്ദമയി മഠത്തിലേക്ക് മേരു എത്തിയിട്ടുണ്ട്. അന്ന് അമ്മ പറഞ്ഞു എന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയ ആളിനോട് പറഞ്ഞു. പക്ഷെ അന്ന് കൊറോണയുടെ സമയം ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അമ്മയുടെ ഒരു ശിഷ്യ അവിടുന്ന് മേരു വാങ്ങി അവിടെ കൊണ്ടുപോയി. എപ്പോഴെങ്കിലും സമയം കിട്ടുന്ന സമയത്ത് അമ്മയെ പോയി കാണണം. തീർച്ചയായിട്ടും വലിയൊരു ആഗ്രഹമാണ്. അതെ. പിന്നെ ചിദാനന്ദപുരി സ്വാമി, അദ്ദേഹം ഒരു പ്രാവശ്യം കൊടുങ്ങല്ലൂർ വെച്ചിട്ട് പൂജയ്ക്ക് മേരു കണ്ടിട്ട് സാക്ഷാൽ ഭഗവതിയാണല്ലോ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചിട്ട് എന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തി. അദ്ദേഹം ഒരുപാട് ആശീർവദിക്കുകയും അദ്ദേഹം തന്നെ എന്നെ ഷാളണിയിക്കുകയും ഒക്കെ ചെയ്ത്. കാരണം ഈ കണക്ക് ഈ കാലഘട്ടത്തിൽ ഈ കണക്കൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമാണ്. അതുകൊണ്ട് ഇത് മറ്റുള്ളവർക്ക് ഇത് പകർന്നു കൊടുക്കണം, അന്യം നിന്ന് പോകരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചത്. അന്യം നിന്ന് പോയാൽ അത് വളരെ ഒരു സങ്കടകരമായ ഒരു അവസ്ഥയാണല്ലോ. അതുകൊണ്ടാണ്. അതെ, അത് അന്യം നിന്ന് പോകാൻ ഇതിപ്പം ഞാൻ വന്നത് എന്നെ പേടിച്ച് മാറിയെന്നാണ്. അതെ, മറ്റൊരാളിലേക്ക് വന്നു ചേരും. അങ്ങനെ വരണം, ഭഗവതി കൊണ്ടുവരണം. അങ്ങനെ അത് പിന്നെ അടികമാര്, മൂകാംബികയിലെ ശൃംഗേരിയിലെ സ്വാമി, അങ്ങനെ ഒരുപാടിടത്തുനിന്ന് ആദരവുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ചിന്മയ മിഷൻ്റെ പാലക്കാട് സമ്മേളനത്തിൽ ആദരവ്, അങ്ങനെ ഒരുപാടിടത്ത്. നമ്മുടെ തൃക്കൊടിത്താനം രാജേഷ് ജി, അങ്ങനെ ഒരുപാട് പേര് നമുക്ക് ആദരവുകൾ തന്നു. ഒരുപാടുണ്ട്. വാഗത്താനം ഒരുപാട് പേര്. പിന്നെ തമിഴ്നാട്ടിൽ ഋഷികേശ്, അങ്ങനെ ഒരുപാട്. എല്ലാം ഒന്നും അങ്ങനെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പം ആദരവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അനാദരവും ഉണ്ടായിട്ടുണ്ട്. അത് ഈ വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഞാൻ ഈ ശ്രീചക്ര നിർമ്മിതിയിലേക്ക് വന്നതും. ഇത് ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് ഇത് വളരെ പെട്ടെന്ന് വളരെ സ്പ്രെഡാകുകയും ശ്രീചക്രം പരമ്പരാഗത രീതിയിൽ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ ഇത് ഒരുപാട് നമ്മുടെ പേരും പ്രശസ്തിയൊക്കെ വ്യാപിക്കുകയും പിന്നെ ഇതിൽ ഈ നമ്മൾ കഷ്ടപ്പെടുന്ന ജോലിക്കനുസരിച്ച് ധനം എല്ലാം ആകുകയും ചെയ്തപ്പം ചിലർക്കൊന്നും അത്ര രസിച്ചില്ല. അത് ശ്രീവിദ്യയിൽ ഞങ്ങൾ വന്നിട്ട് ഇത്രയും കാലമായി ഞങ്ങളെങ്ങും എത്തിയില്ല, ഇന്നലെ വന്നവരൊക്കെ വളരെ വലിയ രീതിയിൽ മെച്ചപ്പെട്ടു എന്നുള്ളൊരു രീതിയിൽ വളരെയേറെ ദ്രോഹിച്ചവരുമുണ്ട്. മാനസികമായിട്ട് ഈ ഉപാസകരുടെ ഇങ്ങനെ ദ്രോഹവും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും ഇതൊരു പരീക്ഷണമാണ്. മായയാണ്. ആ പരീക്ഷണം പക്ഷേ പരീക്ഷിച്ചവർ മനുഷ്യൻ്റെ ഏറ്റവും താഴെ നിലയിൽ പോയി വരെ ഭക്ഷണത്തിൻ്റെ മുമ്പിൽ വരെ അവഹേളിച്ചവരുണ്ട്. അങ്ങനെ വരെ അവഹേളിച്ചവരുണ്ട്. കാരണം എപ്പോഴും അവരാണ് വലുത്, നമ്മൾ താഴെ എന്നുള്ളൊരു രീതിയിൽ അവഹേളിച്ചവർ വരെ ഉണ്ട്. പിന്നെ അത് മേരുവിൻ്റെ കണക്ക് വേണമെന്ന് പറഞ്ഞ് ചിലർ പുറകെ കൂടി. കണക്ക് മാത്രമല്ല, ഇതിൻ്റെ അംശിക്കുന്ന കണക്ക് അത് ഒരു റെയർ സാധനമാണ്. അതിലാണ് മേരുവിൻ്റെ കൃത്യതയും അതിൻ്റെ ശക്തിയൊക്കെ വരുന്നത്. ആ കണക്കിന് 1-2 പേര് വന്നു. അത് കൊടുക്കത്തില്ല എന്ന് കണ്ടപ്പം വേറൊരാൾ, ഇതെല്ലാം കൊടുക്കത്തില്ല എന്ന് കൂടെ അറിയാവുന്ന ഒരാൾ ഇതിൻ്റെ
മേരു ചെയ്യുന്ന കണക്ക്, മെഴുക്, അത് മെഴുക് എന്തെല്ലാം രൂപപ്പെടുത്തിയാണ് മെഴുകുണ്ടാക്കുന്നത്. പിന്നെ ഇത് അംശിക്കുന്നത്, മണ്ണ് കെട്ടുന്നത്, വാർക്കുന്ന ലോഹത്തിൻ്റെ കൂട്ട്, ഇത് പിന്നെ രാഗി എടുക്കുന്നത്, എന്തെല്ലാം ഔഷധങ്ങളിൽ ഇത് കഷായത്തിൽ കഴുകും, എന്തെല്ലാം കഷായത്തിലാണ് കഴുകുന്നത്, എങ്ങനെയാണ്, എന്തെല്ലാം ടൂൾസാണ് ഉപയോഗിക്കുന്നത്, ഇത് A to Z എല്ലാം വേണമെന്ന് അദ്ദേഹം സമീപിച്ചു. പക്ഷേ അത് നടക്കുന്നില്ലായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചില്ല ഇതൊരു കുതന്ത്രമായിരുന്നു. അത് പക്ഷേ നടക്കാതെ വന്നു. ഒരു ദിവസം തോന്നി എൻ്റെ ഗുരു അറിയാണ്ട് ഇത് നടക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ തീർന്നു. അമ്മയുടെ ഇത് അവതരിപ്പിച്ച അമ്മ പറഞ്ഞ് അത് വേണ്ട, അത് ചീറ്റിംഗ് ആണെന്ന്, അത് പോകണ്ടെന്ന്. അത് പക്ഷേ ഇദ്ദേഹത്തോട് എന്നോട് ചോദിച്ച ആളിനോട് മുഖത്ത് നോക്കി പറയാൻ എനിക്കൊരു മടിയുണ്ട്. പിന്നാട്ടെ എന്നിരുന്ന് ഇവിടുത്തെ ആ ഒരു ദേഷ്യത്തിൽ അദ്ദേഹം വളരെ നീചമായിട്ടാണ് പെരുമാറിയത്. ഓ, അത് സാരമില്ല. ആളുകളിങ്ങനെ പല മനുഷ്യർ ഓരോരുത്തരും ഓരോ രീതിയല്ലേ. അങ്ങ് നിർമ്മിച്ചിട്ടുള്ള ഈ മേരുക്കളുണ്ടല്ലോ, അത് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്, പല ആശ്രമങ്ങളിലും ക്ഷേത്രങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഏതെങ്കിലും സ്ഥലം പിൽക്കാലത്ത് വലിയ ക്ഷേത്രങ്ങളാവുകയോ അവിടേക്ക് ധാരാളം ഭക്തരെത്തിച്ചേരുകയോ ചെയ്തിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? ക്ഷേത്രങ്ങളിൽ വെച്ചിട്ടുണ്ട്. പുതിയ ക്ഷേത്രങ്ങളിൽ നമ്മുടെ ഒറ്റപ്പാലം വാണിയംകുളം അവിടെ മേരു ക്ഷേത്രമായിട്ട് വന്നു. ഇവിടെ തിരുവനന്തപുരത്ത് പോലീസ് ട്രെയിനിങ് കോളേജിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലുണ്ട്. കൂടുതൽ ക്ഷേത്രങ്ങളിലേക്കാണ് കൂടുതലും ഉള്ളത്. അതായത് ദേവിയുടെ സാന്നിധ്യം കണ്ടിട്ട് അവിടെ ദേവിയെ എത്താൻ വേണ്ടിയിട്ട് ശ്രീചക്രം വാങ്ങിയിട്ടുണ്ട്. പിന്നെ പുതിയ ക്ഷേത്രങ്ങൾക്ക് മൂലം ആയിട്ട് ശ്രീചക്രം ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് പോയി പിന്നെ തൊഴുതിട്ടുണ്ടോ? അതായത് ഒരു ശില്പി താൻ നിർമ്മിച്ച ആ വിഗ്രഹത്തിനെ അല്ലെങ്കിൽ മേരുവിനെ പോയിട്ട് പിന്നെ തൊഴുത് ദൈവികമായ അനുഭൂതി ഉണ്ടാകുന്ന അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്? തീർച്ചയായിട്ടും. അത് വിശദീകരിക്കാം. ഞാൻ ഒരു രൂപമാണ് ചെയ്തത്. ഭഗവതിയെ എൻ്റെ മനസ്സിൽ കൊണ്ട് ഒരു രൂപം ചെയ്തതാണ്. പിന്നാണ് അതിന് പൂജയും പ്രാണപ്രതിഷ്ഠയും ഒക്കെ നടത്തി അതിലേക്ക് ഊർജം വരുന്നത്. അപ്പോൾ അത് ശക്തി മാറുകയാണ്. അതിന് ഞാൻ വണങ്ങിയേ പറ്റും. എൻ്റെ മനസ്സും എൻ്റെ പ്രാർത്ഥന അത് തന്നെയാണ്. ഭഗവതി പൂജയിൽ വളരെ നല്ല ഇതിൽ പൂജയും ഒരുപാട് പേര് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയും. കാരണം അപ്പം നമ്മൾ തൊഴുതു പോകും, തൊഴണം. അത് ചിലർ പറയുന്ന അങ്ങനെ തൊഴാൻ പാടില്ല, അങ്ങനല്ല. നമ്മുടെ കൈകൊണ്ട് സൃഷ്ടിയായി, പക്ഷെ അതിൻ്റെ പൂർണ്ണത വരുന്നത് നമ്മുടെ കർമ്മം കഴിഞ്ഞു. അതിന് പൂർണ്ണത വരുന്നത് അതിന് ജീവൻ കൊടുക്കുമ്പോൾ പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ മനസ്സിലാണ്, നമ്മുടെ അകക്കണ്ണിൽ കണ്ടാണ്. വിഗ്രഹമാണെങ്കിൽ അതിൻ്റെ കൈവിരലിന് എത്ര അളവ് വേണം, അതിൻ്റെ മുടി എങ്ങനെ വേണം, നഖം എങ്ങനെ വേണം, ഇതെല്ലാം അവരുടെ അകക്കണ്ണിൽ കാണുക. പക്ഷെ അത് അകക്കണ്ണിൽ പിറക്കുക ആ രൂപം. അതുപോലെയാണ് മേരു. അപ്പം ഈ ശില്പങ്ങളെല്ലാം നമ്മൾ അകക്കണ്ണിൽ കണ്ട് പിന്നെ ഇതിന് കണക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ടാണ്. പക്ഷേ ഇതിൽ ജീവൻ വരുന്നത് ഇതിൻ്റെ പ്രാണപ്രതിഷ്ഠ കഴിയുമ്പോൾ പിന്നെ പൂർണ്ണമാകുന്നു. അപ്പോൾ അത് നമ്മൾ വണങ്ങിയേ പറ്റും എന്നാണ് എൻ്റെ മതം. ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഈ എന്താണ് സ്ത്രീ ദേവതകൾ കാണും, ദേവത. അപ്പോൾ പുരുഷ ദേവതകളുണ്ടല്ലോ, മൂർത്തികൾ, അവർക്ക് മേരു ഉണ്ടോ? സുദർശനം ചെയ്തിട്ടുണ്ട്. സുദർശനം അത് യന്ത്രമല്ലേ? യന്ത്രം. ആ മേരുവായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം പിന്നെ സുദർശനമൂർത്തിക്ക് ഈ അടുത്തിടെയും ചെയ്തു സുദർശന യന്ത്രം. പിന്നെ അയ്യപ്പന് യന്ത്രമുണ്ട്, അത് മേരുവായിട്ട് ചെയ്തിട്ടില്ല. അയ്യപ്പന് യന്ത്രമുണ്ട്. ശാസ്താവിൻ്റെ ആണോ അതോ അയ്യപ്പൻ്റെ ആണോ? ശാസ്തായന്ത്രം എന്നാണ്. അത് കേട്ടിട്ടുണ്ട്. അതെ, അത് പല സുദർശനം, പിന്നെ പുരുഷ ഗണപതി യന്ത്രം, പിന്നെ ചെയ്തിട്ടുണ്ട്. ഗണപതി യന്ത്രം ധാരാളം ചെയ്തിട്ടുണ്ട്. ആരാ ഉപയോഗിക്കുന്നത് ഗണപതി യന്ത്രം? ഏത് ഗണപതി യന്ത്രം? വടക്കേ ഇന്ത്യയിൽ ധാരാളം ഗാണപത്യ സമ്പ്രദായത്തിലുള്ളവർ ഗണപതി മതത്തിൽ ഗണപതി യന്ത്രം ഉപയോഗിക്കാറുണ്ട്. വടക്കേ ഇന്ത്യയിലോട്ടാണ് കൂടുതൽ. നമ്മുടെ ഗണപതിക്ക് വടക്കേ ഇന്ത്യയിലാണല്ലോ കൂടുതൽ. വടക്കേ ഇന്ത്യയിലേക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട് അങ്ങനെ യന്ത്രങ്ങൾ. പിന്നെ ഈ അടുത്ത കാലത്ത് ശ്രീരുദ്രം ചെയ്യുകയുണ്ടായി. അത് ഈ രവിശങ്കർജി അതായത് ഗുരുജിയുടെ അടുത്ത് പോകുന്ന കാര്യം പറഞ്ഞല്ലോ. അതെ. അങ്ങനെ പുരുഷദേവന്മാർക്കായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മേരു നിർമ്മാണത്തിനായിട്ട് അങ്ങ് കൈക്കൊള്ളുന്ന വ്രതവും നിഷ്ഠയും എന്തൊക്കെയാണ്? നമ്മളൊരു പുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ എടുക്കുന്ന വ്രതങ്ങൾ അതങ്ങനെയാണ് പോകുന്നത്. നമ്മുടെ പരമ്പരയ്ക്ക് മന്ത്രദീക്ഷയിലിരിക്കുന്നവർക്കൊരു ചിട്ടയുണ്ട്. പിന്നെ മേരു ചെയ്യുമ്പം അത് ഇരട്ടിയാണ്. മേരു ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും മന്ത്രവ്രതശുദ്ധിയോടുകൂടി ചെയ്യണം. ഇപ്പം
നിർബന്ധമില്ല. അപ്പൊ അന്നപാനാദികളിലൊക്കെ ആ നിർബന്ധങ്ങളുണ്ട്. അല്ല, എല്ലാവർക്കും ഇല്ലത്. ഇപ്പൊ കൗളമാർഗത്തിലാണെങ്കിൽ അവർക്ക് അതിലേക്കായിരുന്നു വന്നത്. അതെ, അപ്പൊ കൗളമാർഗത്തിലുള്ള എന്നെ പോലെ ഒരാൾ കൗളമാർഗത്തിലാണെങ്കിൽ അവർക്ക് ഈ പഞ്ചമകാരാദികളിൽ ആഹാരത്തിൽ അവർക്ക് നിഷിദ്ധമല്ല. അങ്ങനെ വ്യത്യാസമുണ്ട്. നമുക്കും അത് നിഷിദ്ധമല്ല. അല്ല, ഈ എന്നെ സംബന്ധിച്ച് ഞങ്ങൾ സമയാചാരത്തിൽ ഞങ്ങളുടെ ആശ്രമത്തിലെ ചിട്ടയിലാണ് ഞങ്ങളുടെ ആഹാരം എല്ലാം നടക്കുന്നത്. വ്രതശുദ്ധി മൃതങ്ങളും കാര്യങ്ങളും നടക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുറേ കാലം ശബരിമലയിലായിരുന്നു. അപ്പം അവിടെയും മൃതത്തിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ അതൊരു ശീലം ആയി. എത്ര വർഷം ഉണ്ടായിരുന്നു ശബരിമലയിൽ? ശബരിമലയിൽ 14 വർഷത്തോളം ഉണ്ടായിരുന്നു. 14 വർഷം ശബരിമല ദേവസ്വത്തിലോ ഒന്നുമല്ല, കോൺട്രാക്ട് പണിയായിട്ട്. കോൺട്രാക്ടർമാരെടുക്കുന്ന പണിയിൽ നിന്ന് അവരുടെ കയ്യിൽ നിന്ന് ചില പണികൾ ചെയ്യുമായിരുന്നു. അപ്പോൾ എൻജിനീയറിങ്ങിലുള്ളൊരു അറിവും ഒക്കെ ആയിട്ട് അവിടുത്തെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് ചെയ്ത വർക്ക് ഇപ്പം ഇപ്പോഴും 18-ാം പടിയുടെ വാതിൽ ഉള്ള പിച്ചള ഗേറ്റ് അത് ചെയ്തു വെച്ചു. പിന്നെ സോപാനത്ത് തിരുമുറ്റത്ത് കല്ലിൻ്റെ വിടവിൽ ഈയം ഉരുക്കി വെച്ച് അതിപ്പോഴും ഉണ്ട്. അത് ചെയ്തിട്ട് ഇറങ്ങുമായിരുന്നു. അത് ചെയ്തിട്ട് ഇറങ്ങി. പിന്നെ അങ്ങോട്ട് വലുതായിട്ട് 1-2 തവണയേ പോയിട്ടുള്ളൂ. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ വലുതായിട്ട് പോയിട്ടില്ല. ഈ സുബ്രഹ്മണ്യന് മേലുണ്ടോ? സുബ്രഹ്മണ്യന് ഈ വേലും വേലാണല്ലോ സാധാരണ സുബ്രഹ്മണ്യ ഉപാസകർ കയ്യിൽ കൊണ്ടു നടക്കുന്നതും വെച്ച് പൂജിക്കുന്നതും ഒക്കെ. 2-3 വേലൊക്കെ വെച്ച് പൂജിക്കുന്ന ആളുകൾ കണ്ടത്. അപ്പോൾ ഇത് തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുന്നത്? സുബ്രഹ്മണ്യനൊരു മേലുണ്ടോ? ചിലർ പറയുന്നുണ്ട്. യന്ത്രമുണ്ടോ സുബ്രഹ്മണ്യന്? യന്ത്രമുണ്ട്, സുബ്രഹ്മണ്യ യന്ത്രമുണ്ട്. മേരുവായിട്ട് അത് ഗുരുക്കന്മാർ നിശ്ചയിക്കണം. അങ്ങനെ മേരു ഉണ്ടെന്നൊരു നിയമവുമില്ല. ഗുരുക്കന്മാർ നിശ്ചയിക്കണം. സുബ്രഹ്മണ്യ യന്ത്രമുണ്ട്, ഷൺമുഖ യന്ത്രമുണ്ട്. അപ്പം ഷൺമുഖം യന്ത്രം ആയിട്ടെടുക്കാം. സുബ്രഹ്മണ്യ യന്ത്രം എല്ലാം ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. വേലെന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യൻ്റെ അമ്മ ശക്തിവേലാണ്. ശക്തിവേൽ എന്ന് പറഞ്ഞാൽ പരാശക്തിയാണ്. അമ്മ തന്നെ കൊടുത്തിരിക്കുന്ന വേലാകാം. പക്ഷെ യന്ത്രം നമുക്ക് എല്ലാ യന്ത്രവും ഒന്നും പാടില്ല. ഈ യന്ത്രം പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതാ സുബ്രഹ്മണ്യ പദ്ധതിയുണ്ട്. അവിടെ വരുന്നവർക്ക് ഇപ്പം മേരു ശ്രീവിദ്യാ പദ്ധതിയിൽ എവിടെ എത്തുന്നു അങ്ങനെ ഒരാൾക്കാണ് ഈ സുബ്രഹ്മണ്യ യന്ത്രവും പാടുള്ളൂ. അങ്ങനെ ഈ കുമാരപദ്ധതി ഉണ്ട്. അതിൽ ആ പദ്ധതിയിൽ ഒരു തലത്തിൽ എത്തുന്നവർക്ക് മാത്രമേ അതാകാവൂ എന്നാണ്. എല്ലാവർക്കും ഒന്നും ചെന്നെത്താൻ പറ്റുന്ന ഒരു ഇതല്ല. സുബ്രഹ്മണ്യ ഭജനം, സുബ്രഹ്മണ്യ ഉപാസന എല്ലാം നടത്താം. പക്ഷെ അതിൽ കവിഞ്ഞ് നമ്മൾ പോകാൻ പാടില്ലെന്നാണ് സുബ്രഹ്മണ്യൻ്റെ കാര്യത്തിൽ. അങ്ങനെയാണ് അത്. വേലാകാം സുബ്രഹ്മണ്യ മേരു. എന്നാൽ ഞാൻ ഒരെണ്ണം ചെയ്യുകയുണ്ടായി. ഒരെണ്ണം ചെയ്തു. അന്ന് എനിക്കതിനെക്കുറിച്ച് വലിയ അറിവില്ലായിരുന്നു. ഒരാൾ എന്നെ നിരന്തരം സുബ്രഹ്മണ്യ മേരു ചെയ്യണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. അങ്ങനെ ഒരെണ്ണം ചെയ്തു. അങ്ങനെ ഞാൻ എൻ്റെ ഗുരുവിനോട് ചോദിച്ചു, സുബ്രഹ്മണ്യ മേരുവിനായിട്ടൊരാൾ വിളിക്കുന്നുണ്ട്. അവൻ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ അടുത്ത തവണ അമ്മയടുത്ത് ഞാൻ പറഞ്ഞു, അമ്മ അത് അദ്ദേഹം വളരെ നിർബന്ധിക്കുന്ന ഒരെണ്ണം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണക്കൊന്നും ഉണ്ടാക്കണ്ട, അവർ കണക്കെന്നാൽ ഒരെണ്ണം ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ല, മറ്റു മേരുകളൊക്കെ നിർമ്മിച്ചതും അങ്ങനെയല്ലേ? അതായത് ആദ്യം പറഞ്ഞ വരാഹി, പ്രത്യങ്കിര ഒക്കെ മേരുക്കൾ നിർമ്മിച്ചത് അവർ കണക്ക് തന്നിട്ടല്ലേ? അതെ, അതുപോലെ തന്നെ ഇതും. അതെ, അത് മാത്രമല്ല, ഇതൊക്കെ നിയമം ഉള്ളതാണ്. മറ്റ് ദേവി പ്രമാണമുണ്ട്. പിന്നെ ഇതിന് യന്ത്രമായിട്ട് വരച്ചെടുക്കും. പക്ഷെ മേരുവായിട്ട് ചെയ്യണമെങ്കിൽ അതിന് ചില കണക്കുകൾ വേണം. ആ കണക്കില്ല. അപ്പം അങ്ങനെ അമ്മ പറഞ്ഞു, അത് കണക്ക് അവർ തരികയാണെങ്കിൽ ചെയ്തു കൊടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഒരു മേരു ചെയ്തു കൊടുത്തു. പക്ഷെ അത് ഭയങ്കര ദുരിതത്തിലായിരുന്നു. അതുവരെ നടക്കാത്ത സകലമാന ദുരിതങ്ങൾ അതോടുകൂടി പിടികൂടുകയാണ് എന്നെ. എൻ്റെ വാർക്കുന്നത് മറ്റു കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല. വാർക്കുന്നത് ശരിയാകുന്നില്ല. ഓർഡർ വരുന്ന സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല. സാമ്പത്തിക പ്രശ്നം, ആരോഗ്യ പ്രശ്നം, കുടുംബത്തിലെ പ്രശ്നം, അങ്ങനെ സകലമായ പ്രശ്നങ്ങൾ. അതങ്ങനെ രാശി നോക്കിയപ്പോൾ സുബ്രഹ്മണ്യ കോപം വന്നുണ്ട്. അപ്പം അതിന് പരിഹാരമായിട്ട് എൻ്റെ ഗുരുവിന് മാത്രമേ പരിഹാരം നിശ്ചയിക്കാൻ പറ്റുള്ളൂ എന്നും കണ്ട് അങ്ങനെ ഞാൻ ഗുരുവിൻ്റെ അടുത്ത് ചെന്നു. അവിടെ ചെന്ന് അമ്മയോട് പറഞ്ഞു, അമ്മ ഇതുപോലെ പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോൾ അമ്മ ചിരിച്ചിട്ട് പറഞ്ഞു, അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ ചെയ്യാൻ പറഞ്ഞത് അത് ചെയ്യുമ്പോൾ മനസ്സിലാകുമല്ലോ എന്നുകൊണ്ടാണ് സമ്മതിച്ചത്. ഇപ്പം മനസ്സിലല്ലേ? അപ്പം അതിന് അമ്മ പരിഹാരം പറഞ്ഞത് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഒന്ന് അനുഭവിച്ച്. അതെ, അങ്ങനെ തുടരുതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നിർബന്ധം പിടിച്ച് തുടരണമെന്ന്
തൊട്ടപ്പം മനസ്സിലായി ഉള്ളൂ എന്നുള്ളത്. അങ്ങനെ അമ്മ പറഞ്ഞു എന്നാൽ അതുപോലൊരെണ്ണം ചെയ്തിട്ട് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അതുപോലൊരെണ്ണം ചെയ്ത് അമ്മയുടെ അടുത്ത് എത്തിച്ചു. അത് അമ്മ കയ്യിൽ വെച്ച് അത് അമ്മ ധ്യാനിച്ചിട്ട് പറഞ്ഞത് പഴനിമലയിൽ സമർപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ അത് പഴനിയിൽ സമർപ്പിച്ചു. അന്ന് മുതൽ സ്വിച്ചിട്ടതുപോലെ ആ ദുരിത ശമനം ഉണ്ടായി. അതായത് സുബ്രഹ്മണ്യത്തിൻ്റെ കോപം ചെറുതല്ല, ഉപാസനയും ആ കോപവും. ക്ഷിപ്രകോപിയാണ്, പ്രസാദിയാണ്. അത് നമ്മൾ അന്ന് അമ്മ ഒരു കഥയും പറഞ്ഞു. നമ്മൾ സുബ്രഹ്മണ്യൻ്റെ കാര്യത്തിൽ ആവശ്യമില്ലാത്ത തലത്തിലേക്ക് ചെല്ലരുത്. നമുക്ക് കുടമുണ്ട്, അത് നമുക്ക് ധാന്യങ്ങൾ സൂക്ഷിക്കാം, ജലം സൂക്ഷിക്കാം. പണ്ട് ധനം ഒരു കുടത്തിൽ കുഴിച്ചിടും, ധനം സൂക്ഷിക്കാം, അതിനെ വാദ്യ ഉപകരണവും ആക്കാം, ഘടം. പക്ഷെ അതിനകത്ത് ഉള്ളിൽ തലയിട്ട് നോക്കാൻ പാടില്ല. അതിൻ്റെ ഉള്ളിൽ കയറി നോക്കാൻ പാടില്ല. നമ്മളെ ഉപയോഗിക്കാം, പക്ഷെ അതിനകത്ത് കയറാൻ പാടില്ല എന്നൊരു കഥയും പറഞ്ഞിട്ട് ഇനി ചെയ്യരുതെന്ന് പറഞ്ഞു. ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ അവർ എന്നോട് ആദ്യം സമീപിച്ചാൽ എന്നെ ഒരുപാട് നിർബന്ധിച്ചു ഇത് ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞു. പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ശത്രുതയുണ്ടായി. ശരി ശരി ശരി. അപ്പോൾ ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ടല്ലേ, കുറേ നാളുകളായിട്ട് ശ്രീവിദ്യോപാസനയുടെ പാതയിൽ കൂടി സഞ്ചരിക്കുകയും ഈ 1264 മേരുക്കൾ ശ്രീചക്രങ്ങൾ ഉണ്ടാക്കുവാനുള്ള മഹാഭാഗ്യം ലഭിക്കുകയും ചെയ്ത ഒരു മഹോന്നത വ്യക്തിത്വമാണ് അങ്ങയ്ക്ക്. ഇനി ആ മുമ്പോട്ടുള്ള പാതയിലും ഇനിയും ധാരാളം വർഷങ്ങളിൽ ധാരാളം ഉപാസകർക്കായിട്ട് ഇതുപോലെയുള്ള വിവിധ തരത്തിലുള്ള മേരുക്കളും ശ്രീചക്രവും ഒക്കെ നിർമ്മിക്കുവാൻ വേണ്ടി മഹാത്രിപുരസുന്ദരി അങ്ങയെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു, എന്ന് ആശംസിക്കുന്നു.